എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരു നിമിഷത്തിലേക്ക് സ്വാഗതം. ഏറ്റവും നന്നായി മലയാളം സംസാരിക്കുന്നവരുടെ വേദിയാണ് ഈ പരിപാടി. എനിക്കും നിങ്ങൾക്കും അത് ആവേശം പകരുന്ന കാഴ്ചയാണ്. നിങ്ങൾ കണ്ട എപ്പിസോഡിന്റെ അവസാന ഭാഗം ഇപ്പോൾ. പതിവ് പോലെ എന്നോടൊപ്പം എന്റെ കൂടെ ഐഷിക ഓംകുമാർ. ഐഷിക, സ്വാഗതം. അപ്പൊ നിങ്ങൾ റെഡിയാണല്ലോ? പ്രേക്ഷകരാരും മറന്നുപോയില്ലല്ലോ ഇതിന്റെ നിയമങ്ങൾ. 5 നിയമങ്ങൾ. വാക്കുകളും ആശയങ്ങളും ആവർത്തിക്കാൻ പാടില്ല. നമ്മുടെ ഭാഷയിൽ നിന്നോ മറ്റുള്ള ഭാഷകളിൽ നിന്നോ ഉത്തരണികൾ പാടില്ല. സംസാരിക്കുമ്പോൾ ഇടവേള പാടില്ല. ആശയങ്ങളിൽ നിന്ന് ഒരു കാരണവശാലും വ്യതിചലിക്കാൻ പാടില്ല. ഏറ്റവും അവസാനം, ഒരു കാരണവശാലും വ്യാകരണ പിഴവ് പാടില്ല. നല്ല മലയാളത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ യുദ്ധത്തിൽ ഏർപ്പെടുന്നത്. നമ്മുടെ ആദ്യത്തെ റൗണ്ട് പരസ്പരം പാര. ഈ റൗണ്ടിൽ ഇനി സംസാരിച്ചു തുടങ്ങേണ്ടത് അനീഷാണ്. റിയയ്ക്കുണ്ടോ കിഷോറിനെ പേടി? റിയയെ കാണുമ്പോൾ വളരെ ഒരു കൊച്ചുകുട്ടിയാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ആരെയും പേടിയില്ലാത്ത ഒരുത്തനെ കൂസാത്ത ഒരു കുട്ടിയാണ്. കൂസാത്ത കാര്യം ജീവിതത്തിൽ ആരെയും അല്ല, ഒരുത്തനല്ല. ആദ്യം ഒരു പറഞ്ഞു, രണ്ടാമത്തെ ഒരുത്തന്നെ എടുക്കണ്ട. ഒരുത്തല്ലേ എടുക്കണ്ട. മാമന്മാരിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പറയും. താങ്കൾ പറഞ്ഞ തടസ്സവാദം ഒരു പച്ചക്കാട് കൊടുക്കണം സാർ. പച്ചക്കാട്, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അല്ലേ? അപ്പൊ അനുസരിച്ച് തുടരാം. 25 വർഷങ്ങൾക്ക് മുമ്പ് ആകാശവാണിയിലേക്ക് ചെന്നപ്പോൾ ഐഷയെ കണ്ടതുപോലത്തെ ഒരു വികാരമാണ് എനിക്കിപ്പോൾ റിയയെ കാണുമ്പോൾ തോന്നുന്നത്. പിന്നെ കാണുമ്പോഴല്ലേ തോന്നുള്ളൂ. അങ്ങനെ വികാരം കൊള്ളണ്ട. ഇപ്പൊ മനസ്സിലായില്ലോ വികാരം കൊണ്ട പ്രശ്നം. താങ്കൾക്ക് തുടരാം. കഴുത്തിൽ പട്ടിച്ചങ്ങലയിട്ട് ഇവിടെ വന്നിരിക്കുന്ന എന്റെ പ്രിയ കൂട്ടുകാരിയെ കാണുമ്പോൾ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഏതോ ഭ്രാന്താലയത്തിൽ മനസ്സിലേക്ക് ഓർമ്മ വരുന്നില്ല. അങ്ങനെ ഓർമ്മകൾ വരുന്നില്ല. ഒരു പ്രശ്നമുണ്ട് കേട്ടോ. കാട് വേണ്ട. താങ്കൾക്ക് തുടരാം. ചുരുണ്ട മുടികൾ, ഏടമാൻ മിഴികൾ, തത്തമ്മ ചുണ്ട്. റിയ കണ്ടപ്പോൾ കിഷോറിന് ഒരു സിനിമ സംവിധാനം ചെയ്യാൻ സിനിമയല്ല, ചലച്ചിത്രം. ഈ റിയയുടെ ചുണ്ടാണോ തത്തമ്മ ചുണ്ടെന്ന് പറഞ്ഞത്? ആദ്യമായിട്ട് കാണുമെന്ന് തോന്നുന്നു. താങ്കൾക്ക് തുടരാം. കിഷോറിനെ കാണുമ്പോൾ അടുത്തു നിൽക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരി എന്തിനാണ് ഭയപ്പെടുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ഭയപ്പെടുന്നത് എന്ന് അവിടെ ഒരു വ്യാകരണ പ്രശ്നം ഉണ്ട്. പുതിയ തലമുറയെ നിങ്ങൾക്ക് തുടരാം. ഇവരുടെ ഒരു അക്രമത്തിനകത്തുണ്ട്. വേഗം തുടരൂ. സമയം കളയരുത്. പെണ്ണ് ആണിനെ ഭയപ്പെടുന്ന കാലം. കിഷോറിനെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്റെ വീട്ടിലെ അമ്മിണി ആടിനെയാണ്. കണ്ണും മൂക്കും ചുണ്ടും ചെവിയും എല്ലാം കൃത്യം. വാലിന്റെ കുറവുണ്ട്. എന്താണ് ഈ ഒരു വാചകങ്ങള് ആ വിഷയമായിട്ട് അകന്നു പോവുകയാണ്. കിഷോറിനെ നന്നായിട്ടൊന്ന് വർണ്ണിക്കാൻ അടിച്ചു പോയി. ഇനി ഇപ്പൊ കുറച്ച് കഴിഞ്ഞ് തന്നാ മിക്കവാറും ഇനി അടുത്ത തവണ വാങ്ങിക്കുമല്ലോ. അപ്പൊ പിന്നെ നമുക്ക് റെഡി. ഒരു വാലിന്റെ കുറവുണ്ട്. ബുദ്ധിജീവിയാകാനുള്ള ശ്രമമെന്ന വണ്ണം കുഞ്ചിരോമം വളർത്തിയിട്ടുണ്ട്. ആ ശ്രമത്തെ കുറിച്ച് എന്ത് പറഞ്ഞു? ബുദ്ധിജീവിയായ കുഞ്ചിരോമം വളർത്തിയോ? ബുദ്ധിജീവൻ വേണ്ടിയല്ല, ഇങ്ങനെ സ്വാഭാവികമായി. അടുത്തു നിൽക്കുന്ന പ്രിയ കൂട്ടുകാരിയെ ഒന്ന് തിരുത്തിക്കൊള്ളട്ടെ. ബുദ്ധിജീവിയാവാൻ ഒരിക്കലും കിഷോർ തോമസ് എന്ന ഈ വ്യക്തിത്വം ശ്രമിക്കുന്നില്ല. കാരണം അത് അങ്ങനെ തന്നെയാണെന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. സ്വതവേ കാണാൻ ഭംഗിയുള്ളവൻ എന്ന് മറ്റുള്ളവർ എന്നെ പ്രശംസിക്കാറുണ്ട്. അതിനോടൊപ്പം ചേർത്തുകൊണ്ട് പറഞ്ഞുകൊള്ളട്ടെ, എനിക്ക് ഒരു തരത്തിലും പറഞ്ഞില്ല. ആ നാട്ടിലുള്ളവർ ഒരുപാട് തുണ പറയുന്നുണ്ട്. കാണാൻ ഭംഗിയുള്ളവെന്ന് പറഞ്ഞിട്ടുണ്ട്. കിട്ടാത്തോണ്ട് പറഞ്ഞതാ. കാണാൻ സുന്ദരനെങ്കിലും സ്വതവേ മണ്ടനായ കിഷോറിനെ എന്തിനാണ് റിയ ഭയപ്പെടുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ കഴിഞ്ഞ ഒരു നിമിഷം പരിപാടിക്ക് ശേഷം ഈ പെൺകുട്ടി ആശുപത്രിയിൽ പനിച്ച് വിറച്ച് കിടക്കുകയായിരുന്നു എന്ന് അവളുമായുള്ള സംഭാഷണത്തിൽ അവളുമായിട്ട് എപ്പോഴാണ് സംഭാഷണം ചെയ്യാൻ പോയത്? പ്രിയപ്പെട്ട റിയ എന്ന സുന്ദരി, ഇവളെ കാണുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് എന്റെ അമ്മയെ തന്നെയാണ്. അത്രത്തോളം സുന്ദരിയാണ് ഞാൻ പറഞ്ഞ എന്റെ അമ്മച്ചി.
മാത്രല്ല റിയ കയറി അമ്മച്ചിയോടൊക്കെ ഉപയോഗിച്ചത് അത്ര നല്ല പരിപാടിയാണ്. റിയ ഒരു അമ്മച്ചിയാണെന്നാണ് ഇദ്ദേഹം പറഞ്ഞു വരുന്നത്. ഇത് വേറൊരു ഉപായമാണ്. ഓക്കെ അമ്മച്ചി പ്രായത്തിൽ അഭിനയിക്കാൻ വേണ്ടി ചലച്ചിത്രത്തിലേക്ക് എടുത്ത റിയ നേരെ പോയത് അമ്മയുടെ അടുത്തേക്കായിരുന്നു. അടുത്തേക്ക് എന്നുള്ള വാക്ക്. താങ്കൾക്ക് തുടരാം. ഇല്ല സാറേ, അവിടെ തെറ്റുന്നില്ല. അവിടെ തെറ്റുന്നില്ല സാറേ. ഇല്ല, സാറേ, കാർഡ് കൊടു സാറേ, കാർഡ്. അത് പ്രായമായി അംഗീകരിക്കുന്നില്ല, അതുകൊണ്ടാ. പ്രായമല്ല, പ്രായമായി അംഗീകരിക്കുന്നില്ല. ഡോക്ടർ ആ രോഗം നിർണയിച്ചോളൂ. ഇടത് ചെവിയുടെ കുഴപ്പമാണ്. മോനെ കഴിഞ്ഞ എപ്പിസോഡിൽ വന്ന് സംസാരിച്ച് എനിക്ക് എന്റെ പ്രാന്തായി പോയതാണ്. ഇപ്പോഴാണ് ചെവിയുടെ അസുഖം ഉണ്ടെന്നുള്ളതും കൂടെ എനിക്ക് മനസ്സിലായത്. എന്തായാലും ഡോക്ടർ അനസിനെ ഞാൻ മുറുകി പിടിക്കാൻ പോവുകയാണ്. അല്ല, വീണ്ടും അനസ് കള്ളത്തരം പറഞ്ഞു തുടങ്ങി. അല്ല, അനീഷ് കള്ളത്തറിയോ? ഭ്രാന്തായി പോയതാണെന്ന്. എന്തിനാ പോകുന്നത്? താങ്കൾക്ക് തുടരാം. ആണല്ലോ, താങ്കൾക്ക് തുടരാം. അമ്മയുടെ അധ്യക്ഷനോട് പരാതി ബോധിപ്പിക്കാനായി തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിലെത്തിയ റിയ കണ്ടത് മണ്ഡപനല്ല, മണ്ഡപം. ശരി, ഒരു അക്ഷരം പല്ലിന്റെ ഇടയിൽ പിടിക്കുന്നു. അതാ പറ്റിയത്. താങ്കൾക്ക് തുടരാം. കബിനി നദി ഇടയ്ക്ക് ചിരിച്ചും മെലിഞ്ഞും വളർന്നുമൊക്കെ കളകളമൊഴുകുന്ന പ്രിയപ്പെട്ട ആ പുഴയോട് കളകളം. കളകൾ ഒരു വാക്ക സാർ. അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. താങ്കൾക്ക് തുടരാം. താങ്കൾക്ക് തുടരാം. റിയ ഒരെണ്ണം ഇരിക്കട്ടെ. റിയ അത് അങ്ങനെ തന്നെ ഒഴുകിക്കൊണ്ടിരിക്കും. കളകളം. റെഡി, തുടരട്ടെ. റിയ വിട്ടുകൊടുക്കല്ലേ ചേട്ടാ. റിയ വിട്ടുകൊടുക്കും. പിടിച്ചു കെട്ടണം ഈ കുതിരയെ. ഒഴുകുന്ന ആ പുഴയോടാണ് പ്രിയപ്പെട്ട സുന്ദരിയെ എനിക്ക് ഉപമിക്കാൻ കഴിയുക. കാരണം ഇടയ്ക്ക് കുട്ടിക്കൊമ്പനെ പോലെ അലറാറുണ്ടത്. അത് കറക്റ്റ് ആയിരുന്നു. താങ്കൾക്ക് തുടരാം. അവിടെ ഇരിക്കട്ടെ. ഇതിന് എനിക്കറിയാം പരിപാടി കഴിയുമ്പോൾ 10-15 ആവും. താങ്കൾക്ക് തുടരാം. അത് കഴിഞ്ഞ് പിടിയാനയെ പോലെ ഒന്ന് മന്ദയിസിക്കാറുണ്ട്. വയനാട്ടിൽ എല്ലാവരും മന്ദഹസിക്കാണോ? വയനാട്ടിലുള്ളവർ മന്ദഹസിക്കണം. ബുദ്ധിജീവിയാകാൻ ഞാൻ പറയട്ടെ. ഞാനത് നോക്കട്ടെ, നോക്കി പേടിപ്പിക്കണ്ട. തുടരാം. ആ രക്തസാക്ഷി മണ്ഡപത്തിന് പോലും ശക്തമായ കാവൽപ്പെടുത്തേണ്ടി വന്ന പല തിക്തമായ അനുഭവങ്ങളുടെയും വ്യക്തമായ തെളിവുകളുമായി വ്യക്തിവിദ്വേഷത്തിന്റെ കറപുരളാത്ത പല വക്താക്കളും പ്രത്യക്ഷപ്പെട്ടിട്ടും സംഘടന മറ്റൊന്ന് വേണം എന്ന് വാശി പിടിച്ചുകൊണ്ട് ഓടിയെത്തിയ റിയയുടെ അടുത്തേക്ക് കിഷോർ പറയുകയാണ്, മോളെ അടുത്ത ചലച്ചിത്രത്തിലേക്ക് എടുക്കാമെന്ന്. സമ്മതിച്ചില്ല. വേറെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി. ഇന്ന് പത്രവർത്തമാനങ്ങളിലെല്ലാം നമുക്ക് കാണാം അതിന്റെ വലിയ വാർത്തകൾ. എന്തെന്നാൽ ഇന്ന് നമ്മുടെ എന്തിനെ കുറിച്ചാണ് ഈ അപ്പോത്തിക്കരി സംസാരിച്ച്? മലപ്പുറംകാർക്ക് കരി എന്നത് കിരി എന്ന് പറയുന്ന താങ്കളോടുള്ള കരി എന്നത് കിരി എന്നത് പറയും. എന്നത് എന്ന വാക്കാവും. ആവർത്തിച്ചില്ല. കരി എന്നത് കിരി എന്ന് പറയുന്നത് എന്നതെന്നാണ്. മലപ്പുറംകാർക്ക് കരി എന്നത് കിരി എന്ന് പറയുന്ന താങ്കളോട് അത് അങ്ങ് കൊടുത്തേ സാറേ. അല്ല, ഇവിടെ വെക്കണ്ട, കീശ വെച്ച് നമ്മളിങ്ങനെ കാണിച്ചത്. മധുരമനോഹരമായി ഈ വിഷയത്തെക്കുറിച്ച് എത്ര വാചാലമായി സംസാരിച്ചാലും അതൊരു അധികം പറ്റാകുകയില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വൈയക്തിക അനുഭവങ്ങളുടെ ആഴക്കൈകളിലേക്ക് ഞാൻ ഊളിയിട്ടിറങ്ങുകയാണ്. എന്തിനിങ്ങനെ നോക്കി പ്യാടിപ്പിക്കണത് എന്നെ? തടസ്സം വിളിച്ചില്ല. ഞാൻ ഐഷ നമ്മുടെ ആളെന്നാണ് വിചാരിച്ചത്. അവിടെ വന്നിട്ട് അദ്ദേഹം നിർത്തി. അത് കഴിഞ്ഞിട്ട് ആ വിഷയത്തിൽ നിങ്ങൾ നോക്കുന്നത് അത് ബാക്കി പറയണോ അദ്ദേഹം? എന്തൊരപ്പി നോക്കണത് തിരുവനന്തപുരത്തെ ഭാഷയാണ്. താങ്കൾക്ക് തുടരാം. ടെലിവിഷൻ പരമ്പരകൾക്ക് മുമ്പിൽ ജീവിതം തന്നെ ഹോമിച്ചിരിക്കുന്ന സ്ത്രീകൾ ഇപ്പോൾ ഒരു നിമിഷം എന്ന ഹാസ്യ പരമ്പരയിലേക്ക് മാറിയിരിക്കുന്നു. ടെലിവിഷൻ പരമ്പര, അടുത്തിരിക്കുന്ന കൂട്ടുകാരിയെ കുറിച്ച് ഒരുപാട് തവണ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ഇടയ്ക്ക് ചുവന്ന വെളിച്ചം കത്തിച്ച് തടസ്സം വിളിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം സൂചിപ്പിച്ചു കൊള്ളട്ടെ. പറഞ്ഞവസാനിപ്പിക്കാൻ അവസരം തരിക എന്ന വലിയ യാചന. സുന്ദരിയാണ്, സുമുഖതയാണ്. ഇത്രയും സെക്കൻഡുകൾ സംസാരിച്ചിട്ട് പിന്നെ വിഷയത്തിലേക്ക് പോകുന്നു. വിഷയത്തിലേക്ക് വരികയാണ്. അനസിന് കാർഡിന് ആവശ്യം വേണ്ട. കാർഡ് കാണിക്കണ്ടേ? ഒന്ന് ഓർമ്മിച്ചു. ഇനി അടുത്ത തവണ ഓർമ്മിപ്പിച്ചാൽ പച്ചക്കാടിന്റെ കൂടെ വേറെ കാർഡും. നമ്മുടെ വിഷയം എന്തായിരുന്നു? ഇത് തന്നെയാണ് അനസിന്റെ പ്രശ്നം. നമുക്ക് വിഷയം വേണ്ട സംസാരിക്കാൻ. താങ്കൾക്ക് തുടരും. സുന്ദരിയാണ്, സുശീലയാണ്.
ആ, സുന്ദരിയാണ്, സുശീലയാണ്, സുന്ദരിയാണ്, ആണ്. സുശീലയാണ്. എന്റെ ഞാൻ റിയോട് ഒരു സംശയം ചോദിക്കട്ടെ, ജീവിതത്തിൽ ഇത് ആരെങ്കിലും നേരത്തെ പറഞ്ഞിട്ടുണ്ടോ? ആ, പലരും പറഞ്ഞു വിശ്വസിക്കരുത്, അഥവാ പറഞ്ഞാൽ വിശ്വസിക്കരുത്. കള്ളത്തരം പറയാ. ഒരു നാണം കണ്ടാ മുഖത്ത് റിയ പറയാ, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. വെച്ച് കള്ളി. പിന്നെ ഈ നാട്ടിലുള്ളവർക്കെല്ലാം ഭ്രാന്തല്ലേ? ഓക്കേ, താങ്കൾ തുടരാം. കിഷോറിനെ കാണുമ്പോൾ റിയയ്ക്ക് തീർച്ചയായും പേടിയില്ല. കാരണം ഒരു ഭീകര താങ്കൾ തുടരാം. ആ, ഭീകരിക്കുക. താങ്കൾക്ക് തുടരാം. സാർ അത് കിഷോർ കണ്ണൂരിട്ടി കാണിച്ചു അതാണ് താങ്കൾക്ക് തുടരാം. ഭീകരസത്വത്തിന്റെ യാതൊരു പരിവേഷവുമില്ലാതെ അവിടെ നിൽക്കുന്ന ആ സുന്ദരനെ കണ്ട് എന്തിന് റിയ ഭയക്കണം എന്ന ചോദ്യം ഉന്നയിക്കുകയാണ്. പക്ഷേ അധികാരമുയർത്തുന്ന പുരുഷ കേസരികളുടെ വർഗസ്ഥാനീയനായി അദ്ദേഹം മാറുകയാണെങ്കിൽ നിർണയം അവിടെ പേടിക്ക് ഒരാവശ്യകതയുണ്ട്. അത് അവിടെ നിൽക്കുന്ന അവിടെ വീണ്ടും ആവർത്തിച്ചു. തുടരാം. കബനി നദിയെ കുറിച്ച് പറഞ്ഞു. കേരളത്തിന്റെ വടക്കേ അറ്റത്ത് പച്ചപ്പ് പുതച്ച ആ സംസ്ഥാനത്ത് കിഴക്കോട്ട് കേരളത്തിന്റെ ആ സംസ്ഥാനത്ത്, കേരള സംസ്ഥാനമാണ്, പിന്നെ ഒരു സംസ്ഥാനത്ത് ചെറിയ പ്രശ്നമുണ്ട്. കേരളത്തിന്റെ താങ്കൾക്ക് തുടരാം. കേരളത്തെ 2 പ്രാവശ്യം സംസ്ഥാനം എന്ന് സൂചിപ്പിച്ച പ്രിയ സുഹൃത്തിനോട് മാറ്റിപ്പടിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കട്ടെ. എനിക്ക് മുൻപിൽ നിൽക്കുന്ന കണ്ണുരുട്ടി കാട്ടുന്ന ഈ ഒരു ചെറിയ പെൺകുട്ടി വെറുതെ ഒരു കൊച്ചു കുട്ടിയെ കണ്ണുരുട്ടി കാണി പേടിപ്പിച്ച് നിങ്ങൾ ഈ വിഷയത്തിൽ കണ്ണുരുട്ടി കാണി പേടിപ്പിച്ചു. അത് കാണി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ വിളിക്കുന്ന ഒരാളുടെ പേരാണ് കാണി. അല്ല, കണ്ണുരുട്ടി കാണിച്ച് പേരുണ്ടോ? പലവട്ടം 25 വർഷത്തിനിടയ്ക്ക് ഒരുപാട് പേർ പലവട്ടം പല രൂപത്തിൽ ഭാവത്തിൽ വേഷത്തിൽ പേടിപ്പിക്കാൻ വന്നിട്ടുണ്ട്. ചന്തു തോറ്റിട്ടില്ല. ഇപ്പൊ പക്ഷെ തോറ്റു. താങ്കൾക്ക് തുടരാം. ലഭിച്ച വലിയ അവസരത്തിൽ ഒരുപാട് സന്തോഷിക്കുന്നു. കാരണം അരികത്ത് നിൽക്കുന്ന കുട്ടിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഒരുപാട് ആദ്യം അങ്ങനെ വരാൻ പാടില്ല. അല്ലല്ല, അഗാധകളിൽ ഒന്നിച്ച് തന്നെ പുറത്തോട്ട് വരണം. ആദ്യം വന്നു. താങ്കൾക്ക് തുടരാം. പെൺകുട്ടിയെ പേടിപ്പിച്ചുകൊണ്ട് നേടാൻ ശ്രമിക്കുന്നത് എന്താണ് എന്ന് കിഷോർ വെളിപ്പെടുത്തണമെന്ന് തുടക്കത്തിലെ ഓർമ്മിപ്പിച്ചുകൊണ്ട് റിയ എന്തിനാ ഇങ്ങനെ കൊണ്ടാലും പഠിക്കത്തില്ലല്ലോ. താങ്കൾക്ക് തുടരാം. സുന്ദരിയായ സർ, ഓർമ്മകൾ എന്ന് പറയുന്നത് വാഗ്മയ ചിത്രങ്ങളാണ്. 1990കളുടെ തുടക്കത്തിൽ കേരള സർവകലാശാലയുടെ യുവജനോത്സവ വേദികളിൽ പ്രസംഗം എന്ന കലയിലൂടെ പഠിച്ച് മുന്നോട്ട് വന്ന ഞങ്ങൾക്ക് പരസ്പരം പേടിയില്ല. തമാശ കൊണ്ടും വാക്കുകളുടെ സൂര്യകാന്തി പ്രഭ കൊണ്ടും ഞങ്ങളെ ചിരിപ്പിക്കുകയും വാക്കുകളുടെ സൂര്യകാന്ത പ്രഭ ആരെ കുറിച്ചാ പറഞ്ഞേ? അനീഷിനെ കുറിച്ച്. താങ്കൾക്ക് തുടരാം. അടുത്തിരിക്കുന്ന കുറച്ചു നാളത്തെ പരിചയം കൊണ്ടും അറിഞ്ഞത് വെച്ചും ആളത്ര വെടിപ്പല്ല എന്ന് എനിക്ക് നന്നായി അറിയാം. കരിനാട്ടുകാരൻ ആഘാതം പ്രകടിപ്പിച്ചോണ്ട്. അതുകൊണ്ട് അല്പം പേടിയോടുകൂടെ തന്നെ സംസാരിച്ചു കൊള്ളട്ടെ. ഒരു നിമിഷം പരിപാടിയിൽ പങ്കെടുത്തതിന് ഒരു നിമിഷം ആവർത്തിച്ചില്ല. മറ്റേ തുടക്കത്തിലായിരുന്നു ഞാൻ പറഞ്ഞത്. ഓക്കെ, താങ്കൾക്ക് തുടരാം. ഒരു നിമിഷം പരിപാടിയിൽ പങ്കെടുത്ത് മുഖ്യ വാഗ്മിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അല്പം തലക്കനം കൂടിയിട്ടുണ്ടോ? ഇല്ലേ? ശരിയല്ലേ? അല്ലേ? 2 വാക്കാണ്. ഒരു വാക്ക് 2 തവണ ആവർത്തിച്ചു. താങ്കൾക്ക് തുടരാം. കായലരികത്ത് വലയെറിഞ്ഞുകൊണ്ട് നിന്നപ്പോൾ റിയയെ പോലൊരു സുന്ദരിയെ ഞാൻ കാണാൻ ഇടയുണ്ടായി. പക്ഷേ എനിക്ക് യാതൊരു ചാഞ്ചല്യവും ഉണ്ടായില്ല. കാരണം ഉണ്ടായി എന്നുള്ള വാക്ക് ഞാൻ ആവർത്തിച്ചു. അത് ഞാൻ സമ്മതിക്കുന്നു. സാർ എന്നെ എങ്ങനെ ഒരു പ്രത്യേകമായി നോക്കിക്കൊണ്ട് പണി തരാൻ ശ്രമിക്കുന്നു. ആദ്യമായിട്ടാ വലറിയാൻ പോയത്. അതുകൊണ്ട് അഭിനയിക്കാനായി ഓടിയെത്തിയ റിയയ്ക്ക് ചാവക്കാടിനടുത്ത ബ്ലാങ്ങാട് കടപ്പുറത്തെ ജീവിതം ഒരുപാട് താങ്കളുടെ ശബ്ദം കുറയണ്ട. താങ്കൾക്ക് തുടരാം. വാഗ്മയ ചിത്രങ്ങളായി ഓർമ്മയെ രേഖപ്പെടുത്തി വെച്ചുകൊണ്ട് കലാലയത്തിൽ നിന്നും നേടിയെടുത്ത അറിവുകളുമായി പ്രസംഗ മത്സര വേദികളിൽ നിന്നും ഞങ്ങൾ ഈ വേദിയിലേക്ക് തിരികെ വാഗ്മയ ചിത്രത്തിൽ കുരുങ്ങിക്കിടന്ന് എന്തൊക്കെയോ പുലമ്പാൻ ശ്രമിക്കുന്നതിനിടെ ഈ പെൺകുട്ടി അദ്ദേഹത്തിനെ ഭയന്നതിന്റെ കാരണം മറന്നുപോകുന്നുവോ? കേരളം എന്ന ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ കൃത്യമായ ധാരണകൾ നമുക്കുണ്ടാവേണ്ടതായുണ്ട്. ഇത്തരത്തിലുള്ള ഉണ്ടാവേണ്ടതാണ്. കിഷോറിൽ അടുത്തു നിൽക്കുന്ന സുന്ദരിയെ കുറിച്ച് എത്ര തവണ പറയാൻ ശ്രമിക്കുന്നുവോ അതിനൊക്കെ തടസ്സം വിളിക്കുന്ന മാന്യരയോട് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. മാന്യരോട് സാർ, അത് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് ചെറുതൊരു എനിക്കും തോന്നി. അപ്പൊ താങ്കൾ അവസാനിപ്പിക്കും.
താങ്കൾ തുടരാം. താങ്കളെ കാണുമ്പോഴല്ല എനിക്ക് പേടി വരുന്നത്, മറിച്ച് നീലക്കുറുക്കനെ പോലെ കുപ്പായമിട്ട് നിൽക്കുന്ന അനീഷ് ചേട്ടനെ കാണുമ്പോഴാണ് അല്പം ഭയം. വേണ്ട വേണ്ട, അവിടെ തന്നെ നിൽക്ക്. ഇപ്പോഴേ എനിക്കൊരു ആശ്വാസമായി, കാരണം അവിടെ ഒരു കുറ്റം കിട്ടിയില്ല. മാത്രമല്ല ഞാൻ ആ പേര് വിളിക്കാൻ കാത്തിരിക്കുകയായിരുന്നു. സത്യം, നീലക്കുറുക്കൻ. കുറുക്കനല്ല, ശരിക്കും ചേർന്നതെന്നറിയോ? കോഴി. കോഴി എന്ന് പറയുന്നത് കോഴി. അറിയാമോ, ഞങ്ങള് നേരത്തെ ഒരു ഈ പ്രോഗ്രാമിലേക്ക് വരുന്നതിന് മുമ്പ് എന്നോട് സംസാരിച്ചു. കോഴിയിറച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതാണ് കോഴി. അല്ലല്ല അതല്ല, കോഴിക്ക് ഇപ്പൊ GST ഇല്ല, അതിനെ കുറിച്ച് അതാണ്. പയ്യന്മാര് കൊള്ളാല്ലേ സാർ? നമ്മുടെ പുതുതലമുറ. ഈ വിഷയം ഇവിടെ അവസാനിക്കുന്നു. നമ്മൾ ഇനി അടുത്ത റൗണ്ടിലേക്ക് കടക്കുന്നു. ഏവർക്കും സ്വാഗതം. ഇത് കല്യാൺ സിൽക്സ് ഒരു നിമിഷം. അടുത്ത റൗണ്ട് പൊതുവൃത്തം. സംസാരിച്ചു തുടങ്ങേണ്ടത് അനീഷ് കരിനാൾ. അനീഷിന്റെ മുഖത്തൂക്കി എനിക്കത് പറയാൻ പറ്റുന്നില്ല. വിഷയം ഇതാണ്, തോണ്ടലുകാരൻ. നേരിട്ട് പറയാൻ എന്തെങ്കിലും ഒരു വിഷമമുണ്ടോ എന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഒരു നിമിഷം മാത്രമെന്ന് ഈ പരിപാടിയിൽ ഈ വിഷയത്തിന്റെ ഭാഗമായിട്ട് എന്നോട് ഇത്തരത്തിൽ അവതരിപ്പിച്ചു. വിഷയം താങ്കൾക്ക് തുടരാം. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ സ്ത്രീയെ അമ്മയായും പെങ്ങളായും കാണേണ്ടിടത്ത് അമ്മയായും പെങ്ങളായും കൂടുതലായി അതൊരു കൺജക്ഷൻ ആയിട്ട് എടുത്തു. എന്നാലും കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ എപ്പിസോഡിൽ അത് സാർ സമ്മതിച്ചായിരുന്നു. കൺജക്ഷൻ ആയിട്ട്. അതുകൊണ്ട് താങ്കൾക്ക് തുടരാം. താങ്കൾ തന്നെ താങ്കൾക്ക് പാരയായി. സ്വയം പാരാ. കരുതേണ്ട ഈ കാലഘട്ടത്തിൽ തോണ്ടുന്നവന് കരുതേണ്ട നേരത്തെ കരുതേണ്ട ഈ കാലഘട്ടത്തിൽ ലിംഗം ഛേദിക്കപ്പെട്ട സ്വാമിയെ പ്രിയ സുഹൃത്തിനെ ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. പെണ്ണിനെ കൃത്യവും നിയതവുമായി സമൂഹത്തിൽ അടയാളപ്പെടുത്തുവാൻ ഞാനും നിങ്ങളും ശ്രമിക്കണം. അതല്ലെങ്കിൽ അതിനു പകരം കൈ മുറിച്ചു കളയേണ്ട അവസ്ഥാന്തരത്തിലേക്ക് കാലം സംസാരിക്കാം. വിദ്യാലയം, കലാലയം, പൊതുനിരത്ത് തുടങ്ങി സമൂഹത്തിന്റെ എല്ലാ തുറകളിലും സ്ത്രീ ഇന്ന് പല രീതിയിലുള്ള പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ചില ഞരമ്പ് രോഗികളുടെ. ആവർത്തിച്ചു. ഓക്കേ, മലപ്പുറം. ഒരു തോണ്ടലുകാരൻ മാത്രം വിചാരിച്ചാൽ ഒറ്റയ്ക്ക് ഊറ്റിയെടുക്കാവുന്നതല്ല ഇവിടുത്തെ സ്ത്രീകളുടെ മാനാഭിമാനം എന്നിരിക്കെ അതിനുവേണ്ടി കൃത്യവും നിയതവുമായി ശബ്ദമുയർത്തി. കൃത്യവും നിയതവും കുറെ നേരമായിട്ട് പറഞ്ഞു. അത് നേരത്തെ പറഞ്ഞു, ഇത് രണ്ടാമത്തെ വിഷയം. മാത്രമല്ല സ്ത്രീപക്ഷപാതികൾ കേട്ട അടിച്ചു കൊന്നതന്നെ ഈ പ്രയോഗത്തിൽ. ഓക്കെ, താങ്കൾക്ക് തുടരാം. തൊണ്ടി മുതലുമായി തൊണ്ടൻ ഓട്ടയത്തേക്ക് ഓടിയപ്പോൾ ഇട്ടൂപ്പ് ഒരു ഒട്ടിയ പാത്രത്തിൽ ഓട്ടയും കാട്ടി മുഖം കൊട്ടി ചിരിക്കുന്നതിനിടയിൽ ഇക്കൂട്ടരുടെ പിശുക്കിന്റെ കട്ടി തങ്ങളുടെ കുട്ടികളായ കശക്കീറിയുമെന്ന് കൂട്ടുകാരൻ കുട്ടമ്പിള്ള പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ എന്റെ കുട്ടികളെ അവസ്ഥ താങ്കൾക്കുണ്ടായി. താങ്കൾക്ക് അത് ഞാൻ എത്തിയപ്പോൾ കുട്ട നിറയെ മുട്ടൻ കല്ലുകൊടുത്താണ് മുട്ടത്തലിൽ ഉറപ്പാണല്ലോ. ഉറപ്പായിട്ട് വിക്കി. വിക്കിയോ? വിക്കിപീഡിയ പോലെ വിക്കി. താങ്കൾക്ക് തുടരാം. പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നിടത്ത് വണ്ടുകൾ വിഹരിക്കുന്നത് പോലെ എവിടെ റിയയെ പോലത്തെ പെൺകുട്ടികളുണ്ടോ അവിടെ പൂക്കൾ വിരിഞ്ഞു വെക്കുന്ന റിയയെ പോലെ. ഓക്കെ, താങ്കൾക്ക് തുടരാം. അപകടം പിടിച്ച ചിന്താഗതിയാ. താങ്കൾക്ക് തുടരാം. ചോരയുടെ മണമുള്ള താളുകളാണ് ഓരോ ദിവസവും ഇരുചക്ര വാഹനത്തിൽ വരുന്ന വ്യക്തി നമുക്ക് മുമ്പിൽ വലിച്ചെറിയുന്നത്. അതിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ആവർത്തിച്ചു. താങ്കൾക്ക് തുടരാം. റിയയെ വിടാതെ പിന്തുടരുന്ന ഇദ്ദേഹത്തിനെ ഒന്ന് ശ്രദ്ധിക്കണം. ആ കണ്ണ് വെച്ച് തോണ്ടാൻ വ്യക്തിപരമായ പരാമർശം, വ്യക്തി ഹത്യ. അതുപോലെ നമ്മൾ മാമന്മാരെ കളിയാക്കാൻ പാടില്ല. ചില സത്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ, കളിയാക്കിയതല്ല. താങ്കൾക്ക് തുടരാം. തോണ്ടാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് സൂക്ഷിച്ചുകൊള്ളുക. കാരണം ഒരു നല്ല സൗന്ദര്യമുള്ള പെൺകുട്ടിയാണ് ഇവൾ. നാളെയുടെ സമൂഹത്തിൽ അടയാളപ്പെടുത്തേണ്ട സ്ത്രീത്വത്തിനെ അഭിമാനപൂർവ്വം ആദരിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരുമെന്ന്. ആൺമേൽക്കോയ്മ അധികാരം അടയാളപ്പെടുത്തുന്ന ഇടങ്ങളിൽ വന്നു നിന്ന് വാക്കുകളുടെ ധാരാളിത്തം കൊണ്ട് പുലമ്പേണ്ടതല്ല സ്ത്രീ സ്വാതന്ത്ര്യവും സ്ത്രീ സംരക്ഷണവും. ഇവിടെ അമ്മയായും പെങ്ങളായും സ്ത്രീ സ്വാതന്ത്ര്യവും സ്ത്രീ സംരക്ഷണവും രണ്ട് സ്ത്രീകളാണ് സർ. പക്ഷേ രണ്ട് സ്ത്രീകളാണ്. മാരണം മറയ്ക്കാൻ അവസരം ലഭിക്കാത്ത സ്ത്രീയെ കാലങ്ങൾക്ക് മുമ്പ് നമുക്ക് കാണാം. പക്ഷേ ഒന്നോർക്കുക, ഇന്ന് പെൺകുട്ടികൾ ഒരുപാട് മാറി. അവരുടെ വസ്ത്രധാര രീതികളാണ് പലപ്പോഴും കുട്ടികൾ. 2012 ഡിസംബറിലാണ് ലോക മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് ഭാരതത്തിൽ ബസ്സിനുള്ളിൽ വെച്ച് ഒരു പെൺകുട്ടി. ബസ് എന്നുള്ളത് ഇംഗ്ലീഷ് പൊതുഗതാഗത മാർഗമോ വാഹനത്തിനുള്ളിൽ അങ്ങനെ പറഞ്ഞാൽ പോരാ, ഒരു കൃത്യമായ വാക്ക് പറയണം. അല്ല, ബസ്സിന് പകരം വാഹനത്തിനുള്ളിൽ വെച്ചിട്ട് നമ്മൾ ഉരുണ്ട് കളിക്കുന്നതാണ്. ബസ്സിനകത്ത് കിടന്ന് ഉരുണ്ട് കളിക്കുക. ബസ്സിന് പുറത്തേക്ക് വരും. റിയ തുടർന്നോട്ടെ. മാപ്പ് കൊടുക്കണോ? കാർഡ് കൊടുക്കണം. എനിക്ക് വേണോടി. വേണം.
പറയൂ പറയൂ. താങ്കൾക്ക് തുടരാം. ബസ്സിനുള്ളിൽ വെച്ച് അതിക്രൂരവും മൃഗീയവുമായ കൂട്ട ബലാത്സംഗത്തിന് ഇരയാവുകയും കൊല്ലപ്പെടുകയും ചെയ്തു. മനസാക്ഷിയുള്ള ഏതൊരു മനസ്സിനെയും ഉലച്ച സംഭവം. ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് നിരവധി പ്രാർത്ഥനകളും സമ്മേളനങ്ങളും മെഴുകുതിരി കത്തിക്കലും എല്ലാം രാജ്യത്തിന്റെ ഒട്ടാകമാനം നടന്നു. പക്ഷേ താങ്കൾക്ക് തുടരാം. ഹരിതവർണ്ണ ത്വരിതാഗമന ചതുർചക്ര ശകടത്തിൽ നിന്നും ഒരു തോണ്ടലുകാരനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവനൊരു ഭ്രാന്തനാണെന്ന് മനസ്സിലാക്കുകയും വിദ്യുച്ഛക്തി ഗമനാഗമന നിയന്ത്രണ യന്ത്രം വെച്ച് ചികിത്സിക്കുകയും ചെയ്ത ഞാൻ പിന്നീട് പറഞ്ഞത് അയാൾ ഒരു വായു മറിഞ്ഞതെന്നാണ് പറഞ്ഞത്. പിന്നീട് അറിഞ്ഞത് അനീഷ് തുടരാം. ഇത്തരത്തിൽ വൈദ്യുത ഗമനാഗമന നിയന്ത്രിത യന്ത്രം വെച്ച് ഹരിതവർണ്ണ ത്വരിതഗമന ചതുർചക്ര ശകടത്തിൽ വന്ന വ്യക്തിയെ ചികിത്സിച്ച ഡോക്ടർ അനസ് എങ്ങനെ എന്തോ ആദ്യം ഗമനാഗമന പറഞ്ഞു, അതിനുശേഷം വൈദ്യുതി ആഗമന പറഞ്ഞു. അപ്പൊ രണ്ട് ഗമനാഗമനയാണ്. അതിനുശേഷം ഡോക്ടർ എന്ന് പറഞ്ഞു ബിഷപ്പ്. താങ്കൾക്ക് തുടരാം. താങ്കൾ പറഞ്ഞതിനകത്ത് കറക്റ്റ് ഉണ്ട്. അത് ലാ പോയിന്റ്. ലോകം ചമച്ച മാസ്മരിക വിസ്മയങ്ങളും അത് തീർത്ത ആധുനിക ചിന്താധാരയും ഇന്നിന്റെ മനുഷ്യനെ മൃഗമായി മാറ്റുന്ന കാലത്ത് നമുക്കിന്നിവിടെ ലഭിച്ചിരിക്കുന്ന വിഷയം ലഭിച്ചിരിക്കുന്ന വണ്ടി വയനാട് ചുരം ഇറങ്ങിയതാണ്. താങ്കൾക്ക് തുടരാം. ആ ഭ്രാന്തൻ ചിന്തയല്ല നമുക്ക് വേണ്ടത്, സമൂഹ മനസാക്ഷിയെ മനസ്സിലാക്കിക്കൊണ്ടുള്ള മുന്നോട്ടുള്ള പ്രയാണമാണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ ഒരു ഇരുണ്ടതും മനോഹരവുമായ മഹാവനത്തിലേക്ക് അഗാധമായി നടന്നു നീങ്ങിയ കണ്ടത്. തുടരാം. ഡോക്ടർ ആവശ്യമില്ലാത്തൊക്കെ കാണുക. താങ്കൾക്ക് തുടരാം. തമാശ പറയുന്ന വിഷയമായി ഇതിനെ നമ്മൾ ലഘൂകരിക്കേണ്ട ആവശ്യമില്ല. നിർഭയ എന്ന് പേരിട്ട് വിളിക്കുന്ന പെൺകുട്ടി ഒരു വ്യക്തിത്വമുള്ളവളായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നാം സംസാരിക്കേണ്ടത്. പിച്ചി ചിന്തപ്പെടുന്ന എപ്പോഴും നിർഭയ അവിടെ നാം വന്നു. നിർഭയയുടെ മുമ്പ് താങ്കൾ തുടരും. പറഞ്ഞതുപോലെ പെൺകുട്ടികളെ കീറി മുറിച്ചുകൊണ്ടിരിക്കുന്ന ആധുനിക ലോകത്തിൽ ഞാൻ ഉറക്കെ നിങ്ങളോട് ചോദിക്കുകയാണ്, നിർഭയയെ പോലുള്ള പെൺകുട്ടികൾ ഞാൻ ഈ പരിപാടിയില് ഒരു തടസ്സവാദവും സ്വന്തമായിട്ട് പറയുന്ന ഒറ്റയാളേ ഉള്ളൂ, അത് അനീഷ് കരുനാട്. ഞാനും ഇങ്ങനെ തന്നെ ആലോചിച്ചു. ഇത് ആദ്യം ആലോചിച്ചത് അനീഷിന്റെ അമ്മ തന്നെയാണ്. ഓക്കെ, താങ്കളൊക്കെ തുടരാം. നിർഭയ, ഡൽഹിയിലെ പെൺകുട്ടി, സൗമ്യ, പ്രമുഖ അതല്ലാത്തവർ, ഇതൊക്കെയാകുന്നു പ്രമുഖ അതല്ലാത്തവർ. അവിടെ മൊത്തത്തിൽ വായിക്കുന്നവർക്ക് മനസ്സിലാവും. ഇത് പക്ഷേ ചായക്കടയിൽ ഇരിക്കുന്ന ഒരു ലൈനായി പേര് പറയാനുള്ള പേര്. എന്നാലും അതിനകത്ത് പ്രശ്നമുണ്ട്. താങ്കൾക്ക് തുടരാം. കുട്ടപ്പന്റെ തട്ടുകടയിൽ ഇരുന്ന് പറയുമ്പോൾ താങ്കൾക്ക് തുടരാം. കേരളത്തിൽ ഇന്ന് സ്ത്രീ പീഡനം വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ ഉറക്കെ പറയുകയാണ്, റിയയെ പോലെ മൈഷയെ പോലെ പോലെ പുള്ളി തന്നെ ആവർത്തിച്ച് അവസരം തരിക. താങ്കൾക്ക് തുടരാം. മാമന്റെ കൂടെ മത്സരിച്ച ഇങ്ങനെ ചില ഗുണങ്ങളൊക്കെ കിട്ടും. താങ്കൾക്ക് തുടരാം. നന്ദിയുണ്ട്. താങ്കൾക്ക് തുടരാം. അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിച്ചു തന്ന് മത്സരിക്കാൻ വീണ്ടും അവസരങ്ങൾ തരുന്ന വലിയ വ്യക്തിത്വത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. പെണ്ണ് മനസ്സിന്റെ ഉൾത്തടങ്ങളിൽ പറയാൻ ശ്രമിക്കുന്നത് ഇതാണ്: ആൺകോയ്മ അധികാരം അടയാളപ്പെടുത്തുന്ന ഇടങ്ങളിൽ നിന്നും സ്വന്തം വ്യക്തിത്വത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പെങ്ങളെന്നും സഹോദരിയെന്നും അമ്മയെന്നുമുള്ള ചട്ടക്കൂടിൽ അന്നയെ പ്രണയിച്ച ഫൈദോർ ദസ്തയേവ്സ്കിയെ മനസ്സിൽ ആവാഹിച്ചുകൊണ്ട് കൃത്യമായി സംസാരിക്കുമ്പോൾ ഭാരതം എന്ന മഹാരാജ്യത്ത് ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ സ്ത്രീ അവിടെ പുരുഷന്റെ ആധിപത്യത്തിന് മേൽ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. പുരുഷന്റെ ആണോ പുരുഷന്റെ ആധിപത്യത്തിന് പുരുഷന്റെ ഷാന്നാണ് നിങ്ങൾ തിരുവനന്തപുരത്തുകാർ പുരുഷൻ എങ്ങനെയാ പറയുന്നത്? അതാണ് പ്രശ്നം. ഇത് ഞങ്ങൾ മലപ്പുറത്തായിരിക്കാ പറയുന്നത്. ഓക്കെ, താങ്കൾക്ക് തുടരാം. പുരുഷന്റെ ആധിപത്യത്തിന് മേൽ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് പുരുഷന്റെ ആധിപത്യത്തിന് മേൽ പുരുഷന്റെ ആധിപത്യം കൊണ്ട് താഴ്ന്നുകൊണ്ട് ആധിപത്യത്തിന് മേൽ എന്ന് പറഞ്ഞാൽ ഇല്ല അത് വ്യാകരണ പിശകുണ്ട് സാർ. ആധിപത്യത്തിനാൽ അമ്മ, പെങ്ങൾ, സഹോദരി എന്നീ കളങ്ങൾ വരച്ച് വെറുത്ത് നിർത്ത്. ഹരിതവർണ്ണ ത്വരിതഗമന ചതുർചക്ര വാഹനത്തിൽ അന്ന് പീഡിപ്പിക്കപ്പെട്ട ആ പെൺകുട്ടിയെ കുറിച്ച് 4 വർഷങ്ങൾക്കിപ്പുറം ഗൗരവമായി ചിന്തിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ അവശേഷിക്കുന്നത് എന്താണ്? ബാലനീതി എന്നതിന്റെ പേരിൽ ഒരു മനുഷ്യന് ലഭിച്ച വൃത്തികെട്ട ആനുകൂല്യവും തിന്ന് തടിച്ച് കൊഴുത്ത് വീർത്ത ജയിൽ പുള്ളികളും ഒന്നും കുത്തിയില്ല. നിർത്തിപ്പോയതാ. അപ്പൊ താങ്കൾക്ക് തുടരാം. തോണ്ടൽ ഒരു പ്രവൃത്തിയല്ല, ഒരു മനസ്ഥിതിയാണ്. തീർന്നു. തുടരാം. ഭാര്യ, അമ്മ, ദൈവം
ഈ സ്ഥാനത്തെല്ലാം സ്ത്രീയെ അലങ്കരിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന കൃത്യമായ തിരിച്ചറിവ് ഉണ്ടാവണം. കാരണം തോണ്ടലുകളാണ് പിന്നീട് പീഡനങ്ങളിലേക്കും ചൂഷണത്തിലേക്കും വഴി നടക്കുന്നത്. അത് അവകാശമുണ്ട്. താങ്കൾക്ക് കാർഡ് ഇപ്പൊ തരുന്നില്ലേ? കാര്യം ഒരുപാട് കാർഡ് തന്നപ്പോ വീട്ടിൽ പോകും. താങ്കൾക്ക് തുടരാം. അവിടെ മന്ത്രം പഠിച്ച് തന്ത്രിയാകുന്ന, തന്ത്രം പഠിച്ച് മന്ത്രിയാകുന്ന, തന്ത്രം പഠിച്ച് മന്ത്രിയാകുന്നു, മന്ത്രം പിടിച്ച് തന്ത്രിയാകുന്നു. താങ്കളെ കുത്തിയത്. താങ്കൾക്ക് തുടരാം. വിതുര, സൂര്യനെല്ലി, തങ്കമണി, മുഖമില്ലാതാവുന്നവർ, പേര് നഷ്ടപ്പെടുന്നവർ, സ്ത്രീയെ കേവലം പേര് നഷ്ടപ്പെടുന്നവർ. ഇതുകൊണ്ടാണ് പുസ്തകത്താളുകളിൽ നിന്നും വായിച്ചെടുക്കുന്ന വാക്കിന്റെ ആധിപത്യം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് മസ്തിഷ്കത്തിൽ നിന്നും ചിന്തയുടെ സ്ഫുരണങ്ങളോടുകൂടി സംസാരിക്കണമെന്ന് പറയുന്നത്. കഥകളിയല്ല, വിഷയം ശ്രദ്ധിച്ചു കേൾക്കുക. താങ്കൾക്ക് തുടരാം. ഒരു കഥകളിയായിരുന്നു അല്ലേ? 4 വർഷങ്ങൾക്കിപ്പുറം അവളെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് തടിച്ച് വീർത്ത ജയിൽ പുള്ളികളെയാണ്. 75 വയസ്സുള്ള പറഞ്ഞു കഴിഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞു. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ വചനങ്ങളാണ് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ആശയങ്ങൾ ആവർത്തനമുണ്ടോ? കഥകളിക്കാരി പറയുമെങ്കിൽ വസ്ത്രത്തിന്റെയും ധാരണകളുടെയും അടിസ്ഥാനത്തിൽ കളങ്ങൾ തിരിച്ച് വേർതിരിച്ച് നിർത്തുന്ന ഒന്നല്ല സ്ത്രീ. ആരുടെയും കളങ്ങൾ തിരിച്ച് വേർതിരിച്ച് തുടരാം. ആളൂരിയെ പോലെയുള്ള അഭിഭാഷകർ പ്രതികൾക്ക് വേണ്ടി വാദിക്കുവാൻ വേണ്ടി നിലനിൽക്കുമ്പോൾ പ്രതികൾക്ക് വേണ്ടി വാദിക്കുവാൻ കാലത്തിന്റെ ദൂരദർശിനിയിലൂടെ ഒരു പടി പുറകോട്ട് നോക്കിയാൽ കാണാൻ സാധിക്കുന്ന ഒരുപാട് മഹാരഥന്മാരായ വനിതകളുണ്ട്. അവയിൽ താങ്കൾക്ക് തുടരാം. ഈ വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് മാത്രം നാം സംസാരിക്കേണ്ടിയിരിക്കുന്നു. പേരില്ലാത്തവരാകുന്നു സ്ത്രീകൾ, പീഡിപ്പിക്കപ്പെടാൻ വിധിക്കപ്പെട്ടവരാകുന്നു അവർ. നിയമത്തിന്റെ കരാളഹസ്തങ്ങളിൽ നിന്നും കിഷോർ തുടരൂ. ഒരു കുഞ്ഞിന് പോലും ജന്മം കൊടുക്കാതെ ലോകം മുഴുവന്റെ അമ്മയായി മാറിയ, ലോകം മുഴുവനും അമ്മയായി, ലോകത്ത് മുഴുവനും, ലോകം മുഴുവന്റെയും അമ്മയായി മാറിയ, അശരണരായ അമ്മമാരുടെ ഹൃദയത്തിൽ തൊട്ട് ചുംബിച്ചുകൊണ്ട് നാം സംസാരിച്ചു തുടങ്ങുക. കേവലം കളം തിരിച്ചു നിർത്തേണ്ടവരല്ല സ്ത്രീകൾ, മറിച്ച് വ്യക്തിത്വവും ആത്മാഭിമാനവും കൊണ്ട് നാളെയുടെ വാക്കുകൾക്ക് ആര് പറഞ്ഞാലും അപ്പ പിടിക്കും. നിങ്ങൾ എല്ലാവരും വളരെ രോഷാകുലരായി സംസാരിക്കുന്ന ഈ വിഷയം നമ്മൾ വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട ഒരു സമയം. മദർ തെരേസയെ കുറിച്ചായിരുന്നു അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങിയത്. അവിടെ നിന്ന് തന്നെ തുടങ്ങണം. സ്ത്രീത്വത്തിന്റെ കാലത്തിന്റെ കുത്തൊഴുക്കിൽ അത്യുന്നതിയുടെ ഉത്തുംഗ ശൃംഗങ്ങൾ തേടി ചൂടുപിടിച്ച് മനുഷ്യൻ പരക്കം പായുമ്പോൾ അത്യുന്നതി അത്യുന്നതിയുടെ ഉത്തം എന്തിന്റെ അത്യുന്നതി ഉയർച്ച നേടി പറഞ്ഞില്ല. തെറ്റാണ് സാർ, വ്യാകരണ പ്രശ്നമുണ്ട് അവിടെ. വാക്കുകൾ ഭാഷയുടെ നൈപുണ്യം അളക്കുന്ന വേദിയിൽ കീറി മുറിക്കും. അഭിഭാഷക എന്ന് പറയുന്നത് കോടതിയിൽ മാത്രം പ്രയോഗിക്കുന്നതാണ്. തിരിച്ചറിവുണ്ടാവണം. അത്യുന്നതി തേടി മനുഷ്യൻ പരക്കം പായുന്നു എന്നാണ് പറഞ്ഞു വന്നത്. അപ്പോൾ മനുഷ്യന് നഷ്ടപ്പെടുന്ന മാനവിക മൂല്യങ്ങളുണ്ട്. മനുഷ്യൻ ആവർത്തിച്ചു. സാറ് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അങ്ങനെ പോകുമ്പോൾ മനുഷ്യൻ നഷ്ടമാകുന്ന മാനവിക മൂല്യങ്ങളുണ്ട്. അതിലൊന്നാണ് സ്ത്രീകളോടുള്ള ബഹുമാനം. ഇന്ന് സമൂഹത്തിന്റെ പല തുറകളിലും അവൾ പച്ചയായി കീറി മുറിക്കപ്പെടുന്ന അവസരത്തിൽ നാം ചിന്തിക്കേണ്ടത് നമുക്ക് ആർഷ ഭാരത സംസ്കാരത്തിൽ നിന്ന് ലഭിച്ച ആ മൂല്യങ്ങൾ എവിടെയാണ് പണയം വെച്ചത്? ആർഷമെന്നും മാധ്യമെന്നും പേരിട്ട് വിളിക്കുകയും 5000 വർഷത്തിന്റെ ഏവർക്കും സ്വാഗതം. ഇത് കല്യാൺ സിൽക്സ് ഒരു നിമിഷം. നമ്മളിനി അടുത്ത റൗണ്ടിലേക്ക് കടക്കുന്നു. ആൾമാറാട്ടം. ഈ റൗണ്ടിൽ പുരുഷന്മാർ സംസാരിക്കേണ്ടത് സ്ത്രീകളെ കുറിച്ചാണ്. ഞാൻ ഐശ്വര്യ റോയ്. സ്ത്രീകൾ സംസാരിക്കേണ്ടത് പുരുഷന്മാരെ കുറിച്ചാണ്. ഞാൻ മോഹൻലാൽ.
ഐശ്വര്യ റായ് എന്ന ഈ അഭിനേത്രി ഉണ്ടാകുന്നത് കാലങ്ങൾക്ക് മുൻപാണ്. അവിടെ സാർ, അങ്ങനെ പറയേണ്ട കാര്യമില്ല. അദ്ദേഹം ഐശ്വര്യ റോയ് ആണ്. ആ. ഐശ്വര്യ റോയ് എന്ന അഭിഷേക് എന്ന ഈ ഉണ്ട്. അഭിനേത്രി ഇല്ല, 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 ഐശ്വര്യ റോയ് എന്ന അഭിനേത്രി ഉണ്ടാകുന്നത് സാർ, കാലങ്ങൾക്ക് ഐശ്വര്യ റായ് ആണ് ഞാൻ. അഭിനേത്രി ഉണ്ടാവുന്ന ചരിത്രത്തെ കുറിച്ച് പറയാണ്. ഇല്ല, അത് നിങ്ങൾ പറയുന്നതായിട്ട് പറയണം. അല്ല, അനീഷ് കരിനാനുവിനെ സ്വന്തം പേരിട്ട് വിളിക്കാമല്ലോ. താങ്കൾക്ക് തുടരാം. അങ്ങനെയും പറയാം. സൗന്ദര്യ മത്സര പരിപാടികളിൽ ഒരുപാട് പങ്കെടുക്കാൻ അവസരം ലഭിച്ചു. അതാണ് ചലച്ചിത്രത്തിലേക്കുള്ള എന്റെ വഴി തുറന്നു തന്നതും. ആദ്യം കൂടെ അഭിനയിച്ചത് മലയാളത്തിലെ ഏറ്റവും മികച്ച നടനായ മോഹൻലാൽ. പിന്നീട് കുറെ വലിയ വ്യക്തിത്വങ്ങളുടെ കൂടെ എനിക്ക് ഓക്കേ, താങ്കൾ തുടരാം. ലോകത്തിന്റെ ഉത്തുംഗ ശൃംഗങ്ങളിൽ എത്തിച്ചേരണമെന്ന കൃത്യമായ ധാരണയോടുകൂടി അഭിനയം എന്ന കലയെ ഓക്കെ, തുടരാം. ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ എനിക്ക് മോഹൻലാലായി തന്നെ ജനിച്ചാൽ മതി എന്ന് ഓരോ അഭിനയ പ്രേമിയും ഉത്കർഷയോടുകൂടി ചിന്തിക്കുന്ന രീതിയിലേക്ക് അഭിനയത്തിന്റെ ഉത്കർഷ ആഗ്രഹം താങ്കൾക്ക് തുടരാം. ഓരോ മലയാളിയുടെയും സ്വപ്നഭൂമിയിൽ ഞാൻ ഒരു പരിലസം ഏറ്റവും കൂടുതൽ കാർഡ് നേടിയ ആൾക്കും ഒരു അവാർഡുണ്ട് കേട്ടോ. താങ്കൾക്ക് തുടരാം. എനിക്ക് തന്നെ മിക്കവാറും കിട്ടും. തരുമായിരിക്കും. ഹരിത ഭംഗി നിറഞ്ഞ ഈ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ചിത്രീകരണത്തിനായി ഞാൻ കടന്നു വന്നപ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നു. ഓക്കേ, തുടരാം. ആ, നിങ്ങളുടെയൊക്കെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഞാനത് ശരി. സാറ് പാവമല്ലേ? അങ്ങനെയല്ല, മോഹൻലാൽ ഒരിക്കലും അങ്ങനെ പറയില്ല. നിങ്ങളുടെയൊക്കെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ ഞാൻ ആദ്യമായി അഭിനയിച്ചത് തിരുനോട്ടം എന്ന പടത്തിലാണ്. അതിനുശേഷം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ തിരശ്ശീലെ ഓക്കേ, തുടരാം. സൗന്ദര്യധാമമായ എനിക്ക് വിശ്വസുന്ദരി പട്ടം ലോകം കൽപ്പിച്ചു തന്നിരുന്നു. പക്ഷേ എന്റെ ഉള്ളിലെ പ്രണയം കേരളം എന്ന ദൈവത്തിന്റെ സ്വന്തം നാടിനോടാണ്. അവിടെ പഠിച്ച് വളർന്ന് വലുതായി ഭർത്താവിനെ സ്വീകരിക്കാൻ ആഗ്രഹിച്ചിരുന്ന കുഞ്ഞു മനസ്സിനെ സാക്ഷ്യപ്പെടുത്തി പറയാം, എറണാകുളം ജില്ലയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മഹാരാജാസ് എന്ന കലാലയം തുടരാം. കൃത്യമായ അഭിനയ പാഠവും കൊണ്ടും നിശ്ചയദാർഢ്യം, ഉറപ്പ്, കഴിവ് എന്നിവ കൊണ്ടും നിങ്ങളിലേക്ക് കൊണ്ടും എന്നുള്ള വാക്ക് ആരാവർത്തിച്ചാലും ഞാൻ കണ്ടുപിടിക്കും. താങ്കൾ അത് സ്പെഷ്യലൈസ് ചെയ്തിരിക്കും. എപ്പോ കൊണ്ടാലും അവിടെ കൊള്ളും. താങ്കൾക്ക് തുടരാം. വളരെ മനോഹരമായി ഈ പ്രദേശത്ത് ചിത്രീകരണത്തിന് വന്നപ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നുപോയി. ഹരിത ഭംഗി നിറഞ്ഞ ത്വരിതഗമന ചതുർചക്ര ശകടത്തിൽ ഞാൻ അവിടെ എത്തിയപ്പോഴാണ് കണ്ണും കാതും കയ്യും കാലും മേനിയും സൗന്ദര്യത്താൽ പുളകിതയായിക്കൊണ്ട് എന്നെ വിളിക്കുന്നു. പ്രിയ സുന്ദരി, പ്രണയമാണ് അഭിമാനം. വ്യാകരണ പിശകുണ്ട് സാർ, അവിടെ ഒരു ഗ്യാപ്പും ഉണ്ട്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചലച്ചിത്രത്തിൽ ആ നായികയുടെ പുറകെ ആഞ്ഞു ചെന്ന് കൊത്തുന്ന പാമ്പായി വേഷമിട്ട വില്ലൻ പിന്നീട് മലയാളിയുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ കാമുകനായും അച്ഛനായും മകനായും രൂപാന്തരപ്പെട്ട് അഭിനയത്തിന്റെ വിരാട രൂപം അല്ല, ഞാൻ പറയണ എന്നെ കുറിച്ച്, ഞാനെന്ന് പറയുന്ന മോഹൻലാലിനെ കുറിച്ച് അഭിനയത്തിന്റെ വിരാട രൂപം പൂണ്ട് ഇനി ഒരിക്കലും ഒരാൾക്കും എന്നെ ഈ അഭിനയത്തിൽ വെല്ലുവിളിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മലയാളികളുടെ ഹൃദയത്തിലേക്ക് അഭിനയ പാഠവും കൊണ്ട് കയറിപ്പറ്റിയ ഞാൻ ഇന്ന് പുറത്ത് ഇറക്കാൻ കഴിയാത്തത്ര വിധത്തിൽ നിങ്ങളുടെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ പോലെ നിർമ്മലമായ മനസ്സുകൊണ്ട് ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് കയറി പറ്റിയെങ്കിൽ കുട്ടിക്കാലത്ത് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പറയാം, അന്ന് ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ പോയി കലാലയ ജീവിതം ആസ്വദിക്കണമെന്ന സ്വപ്നം ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു ഞാൻ. അവിടെ സമയം അവസാനിക്കാണ്. താങ്കൾ അനുസരിച്ച് ഐശ്വര്യ റായ് എന്ന ഞാൻ ചലച്ചിത്ര ലോകത്തേക്ക് ഇറങ്ങിയപ്പോൾ പ്രണയത്തിന്റെ പ്രഹേളികയായിരുന്നു. വല്ലാത്ത നൊമ്പരം ഹൃദയത്തിലേക്ക് ആവാഹിച്ച ഒരു ജീവിതത്തിന്റെ പല പ്രശ്നങ്ങളിലും ഏർപ്പെട്ട ഞാൻ പിന്നെ കണ്ടത് അഭിനയത്തിന്റെ ഉന്നത സ്ഥാനീയങ്ങളിൽ എത്തി നിൽക്കണമെന്ന് അച്ഛനോട് സമയം അവസാനിക്കുന്നത്. അതാണോ പ്രശ്നം? അതല്ല പ്രശ്നം. ഞങ്ങൾ ഇങ്ങനെയൊക്കെ നേരത്തെ പറഞ്ഞു. ഏവർക്കും സ്വാഗതം. ഇത് കല്യാൺ സിൽക്സ് ഒരു നിമിഷം. നമ്മൾ ഈ ഒരു നിമിഷത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. അവസാനത്തെ റൗണ്ട് കൊട്ടിക്കലാശം. ഈ റൗണ്ടിലെ അടുത്ത വിഷയം ലോകം മുഴുവൻ ഗൗരവമായി നാളെ ചർച്ച ചെയ്യും എന്ന് എനിക്ക് ഉറപ്പുള്ള വിഷയമാണ്. കേൾക്കുമ്പോൾ നിങ്ങളും നടുങ്ങും. ഇന്ത്യയും ചൈനയും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒക്കെ ചർച്ച ചെയ്യാൻ സാധ്യതയുള്ള ഈ വിഷയം വളരെ കാലിക പ്രസക്തിയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചക്കക്കുരു. സംസാരിച്ചു തുടങ്ങേണ്ടത് റിയ. മലയാളികളുടെ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളിലെ ഏറ്റവും നല്ല ഒരു
അവിടെ പോയി. ഓക്കെ. പുൽപ്പള്ളിക്കാരൻ സിറിലും പ്രിയപ്പെട്ട കൂട്ടുകാരനായിരിക്കുന്ന മറ്റൊരു കൊട്ടിക്കലാശത്തിന് വേഗത വേണം. കൊട്ടിക്കലാശം പാടില്ല കൊട്ടിക്കലാശം. ചക്കക്കുരു വെച്ച് കലാശിച്ചോ. ചക്കക്കുരുവിൽ നിന്നുണ്ടാകുന്ന സ്നേഹം, അതിന്റെ വെളിച്ചം, ദയയുടെ തെളിച്ചം, നോവിന്റെ നാമ്പ്, നല്ല ചിന്തയുടെ ഉണർത്തുന്ന നൊമ്പരത്തിന്റെയും കൂട്ടുകാരന്മാർ വാങ്ങിത്തന്ന പുത്തനുടുപ്പമിട്ട് ഫ്ലവേഴ്സ് ചാനലിലേക്ക് കടന്നു വന്നപ്പോൾ ആദ്യം കണ്ടത് അതികായരായ 3 പേരെ. കണ്ണു തള്ളിപ്പോയി. അതിനുശേഷം അതേ അനുഭവം എന്റെ നയനങ്ങളെ ബാധിച്ചത് ഈ വിഷയം കേട്ടപ്പോഴാണ്. ചക്കക്കുരു വീട്ടിൽ ഒരുപാടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അമ്മ വെച്ചു തരാറുമുണ്ട്. റെഡി. ചക്കക്കുരു താങ്കൾക്ക് എങ്ങനെ വെച്ച് തരുന്ന അമ്മയോട് ഒരിക്കൽ കൂടി ഞാനൊരു പ്രണാമം, ഞാനൊരു സല്യൂട്ട്. വിശ്വം ഒരു വിത്തിൽ മയങ്ങി ഉണരുന്നു എന്ന് കവി പറഞ്ഞത് ചക്കക്കുരുവിനെ കണ്ടിട്ടായിരിക്കാം. പടർന്നു പന്തലിച്ച കവിയല്ല, കവി പറഞ്ഞതായിട്ട് ഞാൻ പറയുന്നത്. ഉദ്ധരിച്ചിട്ടില്ല. അത് വ്യക്തമായി പോയി. അതാണല്ലോ ഉദ്ധരണി മനസ്സിലായത്. തികച്ചും കാലിക പ്രസക്തമായ വിഷയം. പട്ടിണി കൊണ്ട് ലോകത്തിലെ രാഷ്ട്രീയം പറയല്ലേ പ്ലീസ്. പട്ടിണി കൊണ്ട് ലോകത്തിലെ ആയിരങ്ങൾ കഷ്ടപ്പെടുന്ന ഈ നാളിൽ ചക്കക്കുരുവിന്റെ പ്രസക്തിയെ കുറിച്ച് കൃത്യമായി ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ചക്കക്കുരുവിനും ഒരു രാഷ്ട്രീയമുണ്ടെന്ന് കാലങ്ങൾക്ക് മുൻപ് ആരോ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. അത് ആരാണെന്ന് വ്യക്തമല്ല. ആരാണെന്ന് വ്യക്തമല്ല. ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആരാണെന്ന് വ്യക്തമല്ല. ഇത്ര ചെറിയ സംഭവം പക്ഷേ മധുരതരമായ ഭക്ഷണമായി മാറുന്നത് പക്ഷെ ആരാണെന്ന് വ്യക്തമല്ല. ചക്കക്കുരു കേരളീയർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫലമാണ്. അത് നമ്മുടെ വീടിന്റെ മുറ്റത്തെ പ്ലാവുകളിൽ കായ്ച്ചു നിൽക്കുന്നത് കാണുന്നത് തന്നെ മനസ്സിന് കുളിർമ നൽകുന്ന ഒരു അനുഭൂതിയാണ്. പ്രമേഹത്തിനുള്ള മരുന്നായി വരെ ഈ ഫലത്തിൽ നിന്നും മാത്രമല്ല നിങ്ങളുടെ വീട്ടിൽ ചക്കക്കുരു കായ്ച്ചു നിൽക്കുവോ? ചക്കക്കുരു അടുപ്പിലേക്ക് ഇട്ടാൽ ടപ്പേ എന്നൊരു ശബ്ദം കേൾക്കാം. അത് വളരെ മനോഹരമായ ഒന്നാണെന്ന് പറയാതിരിക്കാതെ വയ്യ. കാരണം എത്രത്തോളം പ്രാവശ്യം അത് തിന്നിട്ടുണ്ട് ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും. ചക്കക്കുരുവിന് രാഷ്ട്രീയമുണ്ട്. ചരിത്രത്തിൽ കൃത്യമായി നിർണയിച്ചിരിക്കുന്നു. അന്ന് 1947 ഓഗസ്റ്റ് മാസം. എനിക്ക് പറയാലോ, അതിന്റെ സ്വാതന്ത്ര്യം. ചക്ക പെണ്ണ് രണ്ടിനും സാമ്യങ്ങളുണ്ട്. ചക്ക കൊണ്ട് ചക്കക്കുരുവിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിച്ച പ്രിയ സുഹൃത്തിനെ വിലക്കിയ കൂട്ടുകാരനോട് ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. അത് മനോഹരമായ ഒരു സംഭവമായതുകൊണ്ടല്ലേ അവൻ ഇത്രത്തോളം ആരാഞ്ഞതും സംസാരിച്ചതും ഒക്കെ. മനുഷ്യ ചരിത്രത്തിൽ പരിശോധിച്ചു നോക്കിയാൽ കാണാൻ കഴിയുന്ന ഒരു വലിയ സത്യമുണ്ട്. വിശപ്പ് പോലെ തൊട്ടറിയാൻ കഴിയുന്ന പിന്നെ ഒരേ ഒരു വസ്തു മരണമാണ്. ചക്കയിൽ നിന്ന് പ്രമേഹത്തിനുള്ള മരുന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത് വളരെയേറെ ആശാവഹമായ ഒരു കാര്യമാണ്. കാരണം ഇന്ത്യയിൽ 44%-ലധികം പ്രമേഹ രോഗികളുണ്ട്. 18 തികയാത്ത ഈ പാൽക്കാരി പെൺകുട്ടിക്കും 23 കഴിഞ്ഞ എനിക്കും അവിടെ വെള്ള വസ്ത്രം ധരിച്ചിരിക്കുന്ന ചക്കക്കുരു കൊണ്ട് ചികിത്സിക്കാൻ പറ്റിയ രോഗങ്ങൾ എന്തൊക്കെയെന്ന് നിങ്ങൾക്കറിയാമോ? ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി, ബ്രോങ്കോപൾമണറി ആസ്പെർജിലോസിസ്. ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി, ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി, ബ്രോങ്കോപൾമണറി ആസ്പെർജിലോസിസ്. പറ മലയാളം പറയൂ. ബ്രോങ്കോപൾമണറി ആസ്പെർജിലോസിസ്, അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം തുടങ്ങിയ കാര്യങ്ങൾ വാദത്തിന് പറയുന്ന പേരാണ്. ഇതെല്ലാം കൊണ്ട് എന്റെ അടുത്ത് വന്ന രോഗിയെ സ്റ്റെതസ്കോപ്പ് വെച്ച് പരിശോധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എവിടെയാണെന്ന് അറിയാമോ? ചക്കക്കുരുവിനെ ഇത്ര വളച്ചൊടിക്കണ്ട എന്ന് കന്നഡധാരിയായ കൂട്ടുകാരനെ ഓർമ്മപ്പെടുത്തുന്നു. കാരണം അതൊരു ചെറിയ കാര്യമാണ്. അടുപ്പിലേക്ക് ഇട്ടാൽ പൊട്ടും, തിന്നാൽ വളരെ മനോഹരവുമാണ്. ഒരുപാട് പ്രാവശ്യം തിന്നാൻ മനോഹരമാണ്. ഞാൻ പറഞ്ഞുവല്ലോ സാർ, മരണം പോലെ മനുഷ്യനെ തൊട്ടറിയാൻ കഴിയുന്ന ഒരേ ഒരു വികാരം എന്ന് പറയുന്നത് വിശപ്പാണ്. വിശപ്പാണ്. ചക്കക്കുരുവിന് വൈദ്യശാസ്ത്രപരമായി വളരെയധികം പ്രസക്തിയുള്ള ഒരു കാലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നോട് അനുയോജിക്കാൻ. ഞാനും നിങ്ങളും
നേരത്തെ പറഞ്ഞിരുന്നു അത് കണ്ടുപിടിച്ചല്ലേ? ഞാൻ nice ആയി. ദാരിദ്ര്യം ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രശ്നമായി നിലനിൽക്കുന്ന ഇന്നത്തെ കാലത്ത് ഭക്ഷണ സമൃദ്ധി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ആലോചിച്ച് കൃഷി ചെയ്ത് പുരോഗതിയുടെ പാതയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു മഹത്തായ സംഭവമാണ് ചക്കക്കുരുവും ചക്കയും. അതുകൊണ്ട് തന്നെ നാം ഒത്തൊരുമിച്ച് നാം പറഞ്ഞു ചക്കക്കുരു തിന്ന് വല്ലാത്ത വിഷമസന്ധിയിലായ എന്റെ കൂട്ടുകാരൻ ബന്ദിറോസ് ഫിറോസിബ്രോസ് മുറയെ ഞാൻ വീണ്ടും ഓർക്കുകയാണ്. പോയൊന്നുമില്ല. അയ്യോ മരിച്ചുപോയി. അദ്ദേഹം പറയുന്നത് കേട്ടാൽ തോന്നും ചക്കക്കുരു വായി കേട്ടാലല്ല, കേട്ടാൽ 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 നാക്കുളിക്ക് സാർ. എന്നാ ബാക്കി സംസാരിക്കും. അത്ര ഉളുക്കില്ല. ബാക്കി സംസാരിക്കേ. സംസാരിച്ചോളാം. അഷ്ടാംഗ ഹൃദയത്തിലെ 8ാം അധ്യായത്തിൽ അഷ്ടാംഗ ഹൃദയത്തിലെ 8ാം അധ്യായത്തിൽ ചക്കക്കുരുവിനെ വേദനിക്കുന്ന മനസ്സിന് വിശപ്പുള്ള വയറിന് പശിയെടുക്കാൻ ചക്കക്കുരുവായാലും മതി എന്ന തിരിച്ചറിവുണ്ടാകണം. അത് ഭക്ഷിക്കുവാൻ വേണ്ടി ലോകത്തിൽ കാലാകാലങ്ങളായി സഞ്ചാരം നടത്തിയിരുന്ന ആദിമ മനുഷ്യരെ കുറിച്ചും എനിക്ക് പേടിയുണ്ടായിരുന്നു 1947. ഭക്ഷ്യസുരക്ഷയും ഭക്ഷണവും ഇന്ന് പ്രശ്നമായിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ ചക്കക്കുരുവിനെ പറ്റി ആഴത്തിൽ ചിന്തിക്കുന്നത് വളരെ നല്ല ഒരു കാര്യമാണ്. ഈ ഫലത്തെ കുറിച്ച് ചക്കക്കുരു പോലിരിക്കുന്ന എന്റെ പ്രിയ സുഹൃത്ത് റിയയോട് ഒരു കാര്യം ഞാൻ ആഗ്രഹിക്കുകയാണ്. പട്ടിണിക്കോലമായി വഴിവക്കിൽ എവിടെയോ മരിച്ചു വീഴുമ്പോൾ കാത്തിരിക്കുന്ന പണ്ട് ഞാനും ധർമ്മജനും പിശാരടിയും കൂടി ട്രംപിനെ സന്ദർശിക്കാൻ പോയ വേളയിൽ അയാൾ ചോദിച്ചു എന്താണ് ചക്കക്കുരു. തികഞ്ഞ ഭയഭക്തിയോടുകൂടി മറുപടി പറഞ്ഞു വളരെ മനോഹരമായി വയറിന്റെ വിശപ്പടക്കാൻ ഞങ്ങൾ ഉപയോഗിക്കുന്ന സുന്ദരമായ വസ്തുവാണ്. പക്ഷെ നിങ്ങൾ പോകുന്നതിനെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ട്രംപിനെ കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് എന്താണ് പറഞ്ഞതെന്ന് പ്രിയ പട്ടിണി മുഖമുദ്രയാക്കിയ സോമാലിയ എന്ന രാജ്യത്തെ നാം വേദനയോടുകൂടി ഓർക്കുക. മരിച്ചു വീഴുമ്പോൾ കൊത്തി തിന്നാൻ കാത്തിരിക്കുന്ന കഴുകന്റെ കണ്ണുകളിൽ നിന്നുള്ള തീക്ഷ്ണത ഫോട്ടോഗ്രാഫിയിൽ അടയാളപ്പെടുത്തി കെവിൻ ഛായാഗ്രഹണം എന്ന് വേണമെങ്കിൽ പറയാം. ചക്കക്കുരുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിവിശാലമായി സംസാരിച്ച ബഹുമാനിയായ കൂട്ടുകാരിയോട് ഒന്നുകൂടി കൂട്ടിച്ചേർത്ത് വിക്കലും മൂളലും വിറക്കലും ഇല്ലാത്തൊരു പരിപാടിയാണ് കൊട്ടിക്കലാശത്തിൽ സംസാരിക്കണമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കെവിൻ കാർട്ടറെ ഓർക്കാതെ ഈ വേദിയിൽ നിന്നും എനിക്ക് മടങ്ങിപ്പോകാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ആ വിഷയത്തിലേക്ക് പിന്നെയും ആണ്ടിറങ്ങാൻ ശ്രമിക്കുന്നത്. ലിംഗ മത ജാതി വർണ്ണ വർഗ വൈജാത്യങ്ങൾക്കപ്പുറം സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക പ്രത്യയശാസ്ത്രങ്ങളെ മാറ്റി നിർത്തി ലോകം ചർച്ച ചെയ്യുന്ന അഭൂതമായ ഫലമാണ് ചക്കക്കുരു. അതിന്റെ രാഷ്ട്രീയ ചക്കക്കുരുവിന്റെ പ്രസക്തിയെ കുറിച്ച് വാദോരാതെ നമ്മൾ മാധ്യമരംഗത്തെ അതിപ്രശസ്തനും അജയനും അതികായനുമായ ശ്രീകണ്ഠൻ നായർ സാറിനോട് ഞാനൊരു ദിവസം പ്ലാവിൽ കയറാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം അത് മടിക്കാതെ ചെയ്തു. കാരണം എനിക്ക് ചക്കക്കുരു തിന്നണമെന്ന അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. ചക്കക്കുരു അയ്യോ എന്നെ കൊണ്ട് പ്രാപിക്കേറിയ പാർട്ടിയാ. താഴെ നിന്ന് ഞാൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു അതല്ല മറ്റേത്. അദ്ദേഹം ചക്കക്കുരുവിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് വീട്ടിന് മുറ്റത്തുള്ള പ്ലാവാണ്. കാരണം അതിന് മുകളിൽ എപ്പോഴും കയറിയിരുന്നതും ചക്ക പറിച്ചിടുന്നതും അന്യനാണ്. ചക്കക്കുരു ചക്കയും രണ്ടാണ് സാർ. ചക്കക്കുരു ചക്ക രണ്ടാണ്. ചക്കക്കുരു രണ്ടാണ്. പറിച്ചിടുന്നത് അനിയനാണ്. താഴെ വീണ് കഴിയുമ്പോൾ ചിന്ന ഭിന്നമായ കൂളച്ചക്ക ഞങ്ങൾ എടുത്ത് ഭക്ഷിക്കുകയും പതിവാണ്. ചക്കക്കുരു ചുട്ടെടുത്ത് തിന്നിരുന്ന ബാല്യകാലത്തെ ഓർത്തുകൊണ്ട് അതിന്റെ മനോഹരമായ ആശയം അയവിറക്കിക്കൊണ്ട് ഇവിടെ വാചാലരായി സംസാരിക്കുന്ന ഈ ചെറുപ്പക്കാരുടെയൊക്കെ ആരോഗ്യത്തിന്റെ രഹസ്യം ചക്കക്കുരുവാണോ എന്ന് ഞാൻ ഈ വേദിയിൽ ഉറക്കെ ചോദിക്കുകയാണ്. വളരെയധികം സംസാരിക്കാനുള്ള ചക്കക്കുരു കടം കൊടുത്ത് കിട്ടാതെ വന്ന് പൊട്ടിക്കരഞ്ഞ കുട്ടിക്കാലത്തെ ഓർത്തുകൊണ്ട് നാളെയുടെ മനോഹരമായ സായാഹ്നത്തിൽ അത് വീണ്ടും ആവർത്തിക്കണമെന്ന ആഗ്രഹം ആവർത്തിക്കാൻ പാടില്ല. ആവർത്തിച്ചാൽ മതി. തുടരാം. ചക്കക്കുരു എന്ന നാണ്യവിളയായി പ്രഖ്യാപിക്കണമെന്ന് ഞാൻ ഉച്ചസ്ഥലം ഉദ്ഘോഷിക്കുകയാണ്. കാരണം അത് രാഷ്ട്രീയം മാത്രമല്ല ജീവിതം കൂടി ദർശിക്കാൻ നമുക്ക് തുടരാം. ചക്കക്കുരു കൊണ്ട് വിത്തെടുത്ത് വെച്ച് നാളെ ചക്കമരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ പ്ലാവന് ചക്കക്കുരു കൊണ്ട് വിത്തെടുത്ത് വെക്കണ്ട. ചക്കക്കുരു എന്ന ഗസയിലെ തെരുവോരങ്ങളിൽ വിശപ്പ് കൊണ്ട് അലയുന്ന പട്ടിണി ബാല്യങ്ങളെ മറന്നുകൊണ്ട് ചക്കക്കുരുവിനെ കുറിച്ച് നമുക്ക് സംസാരിക്കുവാൻ കഴിയില്ല. മറന്നുകൊണ്ട് തുടരാം. ചക്കക്കുരുവിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുണ്ട്. ആ ഫലം ആവശ്യത്തിൽ അധികം കഴിച്ചാൽ വായുവിന്റെ കോപം ഉണ്ടാകും. വിത്താണ് ചക്കക്കുരു. വായുവിന്റെ കോപം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു
സമർപ്പിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വൈദ്യന്റെ സഹായം പലപ്പോഴും ആവശ്യമായി വരും. ഈ ഫലം മലയാളികൾക്ക് വളരെ പ്രകൃതിയും മനുഷ്യനും ഈശ്വര ചൈതന്യവും സമ്മേളിക്കുന്ന അഭൂത നിമിഷത്തിലെ ജീവിതം മംഗളപൂർണ്ണമായി തീരൂ എന്നിരിക്കെ ജീവിതം മംഗളപൂർണ്ണമായി തീരൂ എന്ന ധാരണ മനസ്സിൽ വെച്ച് അതുമായി കൃത്യമായി യോജിപ്പിക്കുവാൻ ചക്കക്കുരു എന്ന് പറയുന്ന ഈ നാണ്യവിളയെ അങ്ങനെ ചക്കക്കുരുവിനെ കുറിച്ച് കൃത്യമായി ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. നാളെ ഭാരതം എന്ന മഹാരാജ്യത്തിന് ബിഷപ്പിന്റെ അപകടത്തിൽ നിന്ന് രക്ഷിക്കുവാൻ അതിനെ ആവുകയുള്ളൂ. അത് മനസ്സിലാക്കിക്കൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് പഠിപ്പും ഉണ്ടെങ്കിലേ പിടിച്ചു നിൽക്കാനാകൂ എന്ന ഇന്നിന്റെ കാലഘട്ടത്തിൽ തിരിച്ചറിവുണ്ടാകണമെന്ന് പറഞ്ഞ് സർവ്വലോകത്തിന്റെ സമസ്ത സ്തുതികളും സർവേശ്വരന്റെ സന്നിധിയിൽ സാദരം സമർപ്പിച്ചുകൊണ്ട് ചക്കക്കുരു ഒരു ആഗോള വിപണന സാധ്യതയുള്ള വസ്തുതയാണെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് പരിണാമ ശൃംഖലയുടെ അവസാന ഘട്ടയെ മനുഷ്യൻ ഭൂമിയിൽ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്ന ഇന്നത്തെ അവസ്ഥയിൽ അവന്റെ നിലനിൽപ്പിന് ഏറ്റവും വലിയ പ്രധാനമുള്ള സംഭവമാണ് ഭക്ഷണം എന്ന് പറയുന്നത്. ചക്കക്കുരു എന്ന് പറയുന്ന ഈ പ്രതിഭാസം സാഹിത്യരചനയ്ക്ക് ചക്കക്കുരു എന്ന് പറയുന്ന ചക്കക്കുരുവിന്റെ രാഷ്ട്രീയത്തെ കുറിച്ചും ഭാരതത്തിൽ അത് എത്രമാത്രം വിലമതിക്കുന്നതാണെന്നും കൂട്ടുകാർ ഒരുപാട് പറഞ്ഞു വെച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ ചക്കക്കുരു കൊണ്ട് പലതരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാം. ചക്കപ്പായസം ഉണ്ടാക്കിയത് ചക്കക്കുരു 2 പ്രാവശ്യം, പിന്നെ ചക്കപ്പായസം, അവിയൽ, പച്ചടി, കിച്ചടി തുടങ്ങിയവ സാദുഷ്ടമായ കാര്യമായി ഞാൻ മനസ്സിലാക്കുന്നു. ചക്കക്കുരുവിനെ കൃത്യമായി മനസ്സിലാക്കുകയാണെങ്കിൽ ബിഷക്കരനല്ലാതെ തന്നെ ശാസ്ത്രീയ വശങ്ങളെ കുറിച്ച് ചിന്തിച്ച് ബിഷക്കുരൻ എത്രമാത്രം എഴുതി തന്നാലും ഒരുപാട് മരുന്നുകൾ നമുക്ക് മുമ്പിൽ കുറിച്ചിട്ടാലും ചക്കക്കുരു നൽകുന്ന കുറേയധികം ഗുണങ്ങളുണ്ട്. ചക്കക്കുരു നമ്മളെ പ്രപഞ്ചത്തിലെ ചക്കക്കുരു ഇത്രയും മഹത്തരമായ ഒരു സംഭവമായതുകൊണ്ട് അത് നമ്മൾ ചൈന, റഷ്യ ഒരു തവണ പറഞ്ഞു. ചക്കക്കുരു എന്ന മഹാത്മദിനത്തിനെ കുറിച്ച് ഇത്രയും കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന ന്യായമായ സംശയം ഞാൻ ചോദിച്ചുകൊള്ളുന്നു. കാരണം ഇതുകൊണ്ട് പലതരം നമ്മുടെ സമയം അവസാനിക്കുന്നു. ഏവർക്കും സ്വാഗതം. ഇത് കല്യാൺ സിൽക്സ് ഒരു നിമിഷം. ഈ പരിപാടി ഉടനീളം ശ്രദ്ധിച്ചെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. എല്ലാവരും ഏകദേശമൊക്കെ ഒരേപോലെയൊക്കെ സംസാരിച്ചു നിന്നവരാണ്. എന്നിരുന്നാലും ഒരു വാഗ്മിയെ നമുക്ക് തെരഞ്ഞെടുത്തേ മതിയാകൂ. അതുകൊണ്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നു ഈ പരിപാടിയിലെ മുഖ്യ വാഗ്മി ആയിഷ സക്കീർ ഹുസൈൻ. ആയിഷ, എനിക്കൊന്ന് കഴിഞ്ഞ തവണ വന്നപ്പം ആയിഷയ്ക്ക് അതിനേക്കാളെ കുറച്ച് നന്നായി സംസാരിക്കാൻ പറ്റി. എന്ത് തോന്നുന്നു ഇപ്പോ? അതെ സാറേ, നേരെ നമ്മൾ ഇതിന് ഒരു 25 വർഷമായി ഈ ഒരു രീതിയിൽ നമ്മൾ വാക്കുകൾ എടുത്ത് പ്രയോഗിക്കാൻ അതിനൊരു അവധി കൊടുത്തിട്ട്, അതുകൊണ്ട് തന്നെ ഈ ഒരു വേദിയിൽ വന്ന് നിൽക്കുമ്പോൾ പുതുതലമുറയോട് ഏറ്റുമുട്ടുക എന്ന് പറയുന്ന ആശങ്കയല്ല, അതൊരു വലിയ കൗതുകമായിട്ടാണ് ഞാനിവിടെ വന്നത്. അവർക്ക് വാക്കുകൾ കൊണ്ട് നന്ദി പറയുകയാണ്. ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു, കാത്തിരിക്കൂ, പുതുരക്തം വരുന്നുണ്ട്, അവർ നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്ന്. സന്തോഷത്തോടെയും അഭിമാനത്തോടെയും പറയുന്നു, നാളെയുടെ നാവും വാക്കുമാകാൻ പോകുന്നവരാണ് ഇവർ. താങ്കൾക്ക് പ്രതീക്ഷയുണ്ട്? പ്രതീക്ഷയും സ്വപ്നങ്ങളുമുണ്ട് സാർ ഇവരെ കുറിച്ച്. ഇവരിലൂടെയാണ് നാളെ ഭാരതം വളരാൻ പോകുന്നത്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് ഒരു ഹാസ്യ വാഗ്മിയെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് അനീഷ് കരിനാടിന് കൊടുക്കണം. വാക്ക് നാവിൽ എപ്പോഴും പൂത്തുകൊണ്ടേയിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചാലും പ്രഭാഷണം എന്ന കലയിലേക്ക് തിരിച്ചു പോകാൻ വീണ്ടും ഒരു മോഹമുണ്ടാവുന്നുണ്ട്. ഈ വേദിയിൽ ഒരിക്കൽ കൂടി തീർച്ചയായിട്ടും വാക്ക് പൂത്തുകൊണ്ടേയിരിക്കട്ടെ അല്ലേ? ഓക്കെ, നിങ്ങൾക്കറിയാം ഈ പരിപാടിയിൽ 2 തലമുറകൾ തമ്മിലാണ് ഏറ്റുമുട്ടിയത്. എനിക്ക് ഏറ്റവും കൗതുകം പകർന്ന കാര്യം, ഇവരൊക്കെ നന്നായി സംസാരിച്ച് ശീലമുള്ളവരാണ്. 2-2.5 പതിറ്റാണ്ടുകളായിട്ട് ഇവർ സംസാരിക്കുക. എന്നാൽ ഇത് ഈ പരിപാടിയിൽ ഏറ്റവും പുതിയ ആളുകൾ എന്ന രീതിയിൽ പങ്കെടുത്ത ഇവർ 3 പേരാണ്. അവരുടെ പ്രകടനമാണ് എന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നത്. ഒരുപക്ഷെ നാളെയുടെ ഏറ്റവും വലിയ നാക്കുകളായിട്ട് ഇവർ മാറട്ടെ. അപ്പോൾ നമ്മൾക്കിനി ഇതിലും നല്ല വാഗ്മികളുമായി അടുത്ത പരിപാടിയിൽ കണ്ടുമുട്ടാം. ഗുഡ് ബൈ.